ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര നടനായ ശ്രീ ഇന്നസെന്റ് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ അർബുദബാധയുടെ ആദ്യഘട്ടത്തിൽ അത് സുഖമായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഇന്ന് നമ്മുടെ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മലയാള സിനിമയിലെ അതുല്യനായ ഒരു അഭിനേതാവാണ് ഇന്നസെന്റ്. തൻ്റെ കഥാപാത്രങ്ങൾ ഏതായാലും അതിൻ്റെ രൂപഭാവാദികളിൽ തൃശ്ശൂർ ഭാഷയുടെ നർമ്മം ചേർത്തുകൊണ്ട് പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ച് അവൻ്റെ കയ്യടി വാങ്ങിയ ഒരു അഭിനേതാവാണ് ശ്രീ ഇന്നസെന്റ്. അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചത്. എന്നാൽ രോഗത്തിൻ്റെ കാഠിന്യത്തിലും വേദനയിലും അത് രോഗിയിലുണ്ടാക്കുന്ന ഏകാന്തതയിലും ഒറ്റപ്പെടലിലും തളർന്നു പോവാതെ തന്നെ കാർന്നുകൊണ്ടിരിക്കുന്ന രോഗത്തെയും തൻ്റെ ജീവിതത്തെയും സിനിമയിൽ എന്ന പോലെ നർമ്മം ചേർത്ത് വിവരിക്കുകയാണ് ശ്രീ ഇന്നസെന്റ്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ തൻ്റെയും തൻ്റെ ചുറ്റിലുമുള്ള ദുരിതപൂർണമായ ജീവിതത്തെ പോലും തൻ്റെ സ്വതസിദ്ധമായ നർമ്മബോധത്തോടു കൂടിയാണ് ക്യാൻസർ വാർഡിലെ ചിരിയിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. ഉയർന്ന പഠനമോ വലിയ വായനയോ തനിക്കില്ലെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഇന്നസെന്റ് പക്ഷേ ആ പുസ്തകത്തിൽ തൻ്റെ പരന്ന ജീവിതാനുഭവങ്ങളെയാകെ ആഴത്തിൽ അപഗ്രഥിച്ച് നർമ്മം ചാലിച്ച് പുസ്തക രൂപത്തിലാക്കിയപ്പോൾ അത് മലയാള ഭാഷയിൽ എന്നെന്നും ഓർമ്മിക്കുന്ന ഒരു ഗ്രന്ഥമായി മാറി. ആ പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ ഒരു അനുഭവത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അർബുദത്തിൻ്റെ താൽക്കാലിക ശമനമുണ്ടായ ഒരു ദിവസം ഇന്നസെന്റും ഭാര്യ ആലീസും കൂടി തൻ്റെ ബന്ധുവിൻ്റെ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് കാറിൽ തിരിച്ചു വരികയാണ്. കാർ ഒരു പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ ഇന്നസെന്റ് കാർ അവിടെ നിർത്തി. പ്രാർത്ഥിക്കാനായിരിക്കുമെന്നാണ് ഇന്നസെന്റ് ഭാര്യ വിചാരിച്ചത്. എന്നാൽ ഇന്നസെന്റ് പള്ളിയുടെ മുകളിലുള്ള കുരിശിനെയും ക്രിസ്തുവിൻ്റെ രൂപത്തെയും നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ചെയ്തത്. ഇത് കണ്ട് ആലീസ് ആകെ ഞെട്ടിപ്പോയി. അവർ ഇന്നസെന്റിനോട് പരിഭ്രമത്തോട് കൂടി ചോദിച്ചു, നിങ്ങൾ എന്ത് ഭ്രാന്താണ് മനുഷ്യ കാണിക്കുന്നത്? കുരിശിനെ നോക്കി കൊഞ്ഞനം കുത്തുകയാണോ? നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ആലീസിന് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ഇന്നസെന്റ് ശാന്തമായി ഭാര്യയോട് പറഞ്ഞു, ആലീസേ, നേരത്തെ ആ മരണാനന്തര ചടങ്ങിൽ പള്ളിയിലച്ഛൻ എന്താ പറഞ്ഞത്? നീ കേട്ടില്ലേ? ആലീസ് ചോദിച്ചു, എന്താണ് പറഞ്ഞത്? കർത്താവിന് ഇഷ്ടമുള്ളവരെ നേരത്തെ തൻ്റെ അടുത്തേക്ക് വിളിക്കുമെന്നല്ലേ പറഞ്ഞത്? ആലീസേ, എനിക്ക് അത്ര പെട്ടെന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് പോകണ്ട. എനിക്ക് കുറച്ചു കാലം കൂടി നിന്റെ കൂടെയൊക്കെ ജീവിക്കണം. അതുകൊണ്ട് കർത്താവ് എന്നെ വെറുത്തോട്ടെ. അതുകൊണ്ടാണ് ഞാൻ കൊഞ്ഞനം കുത്തിയത്. ഇത് കേട്ടപ്പോൾ ആലീസ് ഒന്നും മിണ്ടിയില്ല. ഇന്നസെന്റ് കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ ഭാര്യയെ ഒന്ന് നോക്കി. അപ്പോൾ ആലീസ് കണ്ണീരോടെ കുരിശിനെ നോക്കി കൊഞ്ഞനം കുത്തുകയായിരുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.